വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങളെ പിന്നോട്ടടിക്കാനുള്ള ശ്രമം ചില ശക്തികൾ നടത്തുന്നുവെന്നും എന്നാൽ ഇതൊന്നും വിലപ്പോവില്ലെന്നും പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. തലശ്ശേരി മണ്ഡലത്തിൽ ഹയർ സെക്കൻഡറി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന തലശ്ശേരിയിലെ താരങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്കൂൾ സമയത്തിൽ രാവിലെയും വൈകിട്ടും 15 മിനിറ്റ് അധികം എടുത്ത് പഠിച്ചാൽ ഒന്നും സംഭവിക്കില്ല. മതത്തിന്റെ കാര്യം പറഞ്ഞു സർക്കാരിനെ വിരട്ടാമെന്ന് ആരും കരുതണ്ട. സർക്കാർ തീരുമാനം നടപ്പിലാക്കുക തന്നെ ചെയ്യും. കാസർഗോഡ് ജില്ലയിൽ BJP RSSകാർ ഇരുന്ന മുൻ അധ്യാപകരെന്ന് പറഞ്ഞ് സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ട് കാൽ കഴുകിച്ചു. ഇത്തരം പ്രവണത സർക്കാർ അംഗീകരിക്കില്ല. വിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തെറ്റായ പ്രവണത പ്രോത്സാഹിപ്പിച്ചാൽ സ്കൂൾ പ്രവർത്തിക്കാൻ നൽകിയ അനുവാദം പിൻവലിക്കാനും സർക്കാരിന് അധികാരമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 45,000 ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റി. അത് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്ത് കാണുന്നതിന് വേണ്ടി കഴിയില്ല. പിന്നെ വർത്തമാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ജീവിതത്തിന്റെ നാനാതുറകളിലും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗമാണ്. നാം ചെയ്ത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ചെയ്യാത്തത് 1,92,000 വരുന്ന അധ്യാപകർ നമുക്കുണ്ട്. ആ 1,92,000 വരുന്ന അധ്യാപകർക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രാരംഭ ക്ലാസ് കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഞാനിതെല്ലാം പറയുന്നത് നമ്മുടെ ഓർമ്മശക്തി കുറവാണ്. കുറവായാലും കൂടുതലായാലും നമ്മളെ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ പഴയ കാര്യങ്ങൾ മറന്നു പോകും. കേരളത്തിൽ 1 മുതൽ 12 വരെ ഇപ്പൊ എടുത്ത കണക്കനുസരിച്ചാണെങ്കിൽ 47 ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. വരാൻ പോകുന്ന 2 വർഷം ഈ 47 ലക്ഷം വിദ്യാർത്ഥികൾക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രാരംഭ ക്ലാസുകൾ കൊടുക്കുമെന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളെ രക്ഷകർത്താക്കളെ അറിയിക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ വായനക്കാരില്ലാത്തതുകൊണ്ട് ആ വായനക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഞാനൊരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല വായന, ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുകയും പത്രം വായിക്കുകയും ചെയ്ത് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി ബന്ധപ്പെട്ട അധ്യാപകന്റെ അടുത്ത് അവതരിപ്പിക്കുന്ന കുട്ടിക്ക് 10 മാർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുമെന്നുള്ള കാര്യം ഞാൻ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ നാട് ഒരുപാട് പുറകോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ചില ശക്തികൾ ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കാസർഗോഡ് ജില്ലയിൽ ഒരു സ്കൂളിൽ പിന്നെ കുറച്ച് മുൻ അധ്യാപകർ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ BJPയുടെയും RSSന്റെയും ചില ആൾക്കാരെല്ലാം ഇരുന്ന ശേഷം നമ്മുടെ കുട്ടികളെ കൊണ്ട് കാല് കഴിയിക്കുകയാണ്. സ്കൂൾ കോളേജ് സമയത്തിൽ കാലാനുസൃതമായ മാറ്റം വന്നില്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖല പിന്നോട്ട് പോകുമെന്നും സമയം മാറ്റാനുള്ള തീരുമാനത്തിൽ സർക്കാർ ശക്തമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണമെന്നും പൊതുസമൂഹം ഒപ്പമുണ്ടെന്നും പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച സ്പീക്കർ അഡ്വക്കേറ്റ് N. ഷംസീർ പറഞ്ഞു. തലശ്ശേരി നഗരസഭ അധ്യക്ഷ KM ജമുന റാണി ടീച്ചർ സ്വാഗതം പറഞ്ഞു. അബ്ദുൽ നാസർ IAS, കാർത്തിക് പാണിഗ്രഹി IAS, ഡോക്ടർ ടോം ജോസഫ് എന്നിവർ മുഖ്യാതിഥികളായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KK മണിലാൽ, PP സനിൽ, MP ശ്രീഷ, CK രമ്യ, RDD ബിയാട്രിസ് രമ്യ, കണ്ണൂർ DDED ഷൈനി, തലശ്ശേരി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഷബാന ഷാനവാസ് എന്നിവർ പ്രസംഗിച്ചു.